ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകാതിരുന്നത് താൻ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് കുറച്ചു മാസങ്ങൾ മുൻപ് ഡൊണാൾഡ് ട്രംപ് തട്ടിവിട്ടിരുന്നു. ഇപ്പോഴിതാ ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ അടുത്തൊരാൾ കൂടി വന്നിരിക്കുകയാണ്, സാക്ഷാൽ ചൈന. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ തങ്ങളാണ് സമാധാന ദൂതന്മാരായതെന്നാണ്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായതെന്നാണ് ബീജിംഗിന്റെ പുതിയ അവകാശവാദം. ലോകം മുഴുവൻ കൈയടിക്കാൻ നിൽക്കുകയാണെന്നാണ് ഇവന്മാരുടെ വിചാരം. എട്ടുകാലി മമ്മൂഞ്ഞുമാർ ദിനം പ്രതി കൂടുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ നാളെ കണ്ട ചെമ്മാനും ചെരുപ്പുകുത്തിയും എല്ലാം വന്ന് പറയും ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് അവരാണെന്ന്. ബീജിംഗിൽ നടന്ന രാജ്യാന്തര സിംബോസിയത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഈ വമ്പൻ അവകാശവാദം നടത്തിയത്. ലോകത്തെ പല ഹോട്ട്സ്പോട്ട് പ്രശ്നങ്ങളും പരിഹരിച്ചത് ചൈനയാണെന്നും അതിൽ ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടുമെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ഈ വർഷം ഏപ്രിലിൽ പഹൽഗാം താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ കരുത്ത് കാട്ടിയപ്പോൾ മധ്യസ്ഥത വഹിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പച്ചപരമാർത്ഥം. എന്നാൽ ഇപ്പോൾ ചൈന പറയുന്നത് തങ്ങളുടെ നയതന്ത്ര ഇടപെടൽ കാരണമാണ് സംഘർഷം കുറഞ്ഞത് എന്നാണ്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരായ ചൈന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി വരുന്നത് എത്രത്തോളം വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കണം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല സൈനിക കേന്ദ്രങ്ങൾ കൂടി തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ DGMO ഇന്ത്യൻ DGMO വിളിച്ച് സൈനിക നടപടികൾ നിർത്തണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു. മെയ് 10 ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ തീരുമാനിച്ചത് നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെയാണ്. അവിടെ മൂന്നാം കക്ഷിയായ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഒന്നും തന്നെ ഒരു സ്ഥാനവും അവിടെ ഉണ്ടായിരുന്നില്ല. ചൈനയുടെ ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു ചതിക്കുഴി ഉണ്ടെന്നാണ് അമേരിക്കൻ റിപ്പോർട്ടുകൾ തന്നെ വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതായത് ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങളുടെ പ്രശസ്തി തകർക്കാനും പകരം ചൈനീസ് നിർമ്മിത J-35 വിമാനങ്ങൾ വിറ്റഴിക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനായി AI ഉപയോഗിച്ച് കൃത്രിമ ചിത്രങ്ങൾ നിർമ്മിച്ച് സോഷ്യൽ മീഡിയ വഴി ചൈന വ്യാജ പ്രചരണം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. ഇന്ത്യയുടെ സൈനിക വിജയങ്ങളെ കുറച്ചു കാണിക്കാൻ ചൈന കെട്ടിച്ചമിച്ച കഥകളിൽ ഒന്നായിരുന്നു അത്. അന്ന് ഇന്ത്യ ആഞ്ഞടിച്ചപ്പോൾ ഖേദം പോലും പ്രകടിപ്പിക്കാത്തവരാണ് ഇന്ന് വന്ന് സമാധാനത്തിന്റെ പങ്കുപറ്റാൻ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അത് എത്രമാത്രം വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലാവും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ട്രംപിന്റെ അവകാശവാദമായാലും വാങ്ങിയുടെ നയതന്ത്ര തള്ളായാലും വസ്തുതകൾക്ക് മുന്നിൽ അതൊന്നും തന്നെ നിലനിൽക്കില്ല. സ്വന്തം അതിർത്തി കാക്കാനും ശത്രുവിന് മറുപടി നൽകാനും ഇന്ത്യക്ക് അറിയാം. അനാവശ്യമായി ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ഈ എട്ടുകാലി മമ്മൂഞ്ഞുമാരെ പുച്ഛിച്ചു തള്ളാൻ സമയമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.